ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇക്വേഷനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലും അതേപോലെ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലും ഒത്തിരി സ്ഥലത്ത് ഉപയോഗപ്രദമായ ഒരു ടോപ്പിക്കാണ്. റീ അറേഞ്ചിങ് ഇക്വേഷൻസ്. ഒരു ഇക്വേഷനെ നമുക്ക് തന്നിരുന്നാൽ അതിനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇക്വേഷൻ എന്താണെന്നാണ്. ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയാം, അത് സോൾവ് ചെയ്യാനും നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു ഇക്വേഷൻ എഴുതിയാൽ എന്താ, ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഇതൊരു ഇക്വേഷനാണ്. A ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റീനെ മറ്റ് രണ്ട് ക്വാണ്ടിറ്റീസിനോ രണ്ടോ അതിലധികമോ ക്വാണ്ടിറ്റീസിനെ ഈക്വൽ സൈൻ വെച്ച് ബന്ധിപ്പിക്കുന്നത്. അതിന്റെ തിയറി ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വന്നാൽ എന്താണ്, നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് S is equal to VT. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈക്വൽ ടു സൈൻ ഉപയോഗിച്ച് തിങ്സ് തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എഴുതുന്നു. അതാണ് ഇക്വേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻ സോൾവ് ചെയ്യാനല്ല, ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്യാനാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇവിടെ LHS ഉണ്ട്, RHS ഉണ്ട്. ഇത് LHS, ഇത് RHS. സോ ഇതാണ് LHS, ഇതാണ് RHS. സോ ഈ LHSല് ഒറ്റയ്ക്കിരിക്കുന്ന ആൾ, അതായത് ഇൻഡിപെൻഡന്റ് ടേം ആരാണ്? A. ആ എയിനാണ് ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന ടേമിനാണ് സബ്ജക്ട് എന്ന് പറയുക. ഇവിടെ സബ്ജക്ട് ആരാണ്? എസ്. LHSൽ ഒറ്റയ്ക്കിരിക്കുന്ന ആൾ. സോ ഇതാണ് സബ്ജക്ട്. ഇപ്പൊ ഏരിയ എടുത്താൽ, ഒരു സർക്കിളിന്റെ ഏരിയ എടുത്താൽ ഇക്വേഷൻ അറിയാം, πr². അപ്പൊ ഇവിടെ സബ്ജക്ട് ആരാണ്? A ആണ്. LHSൽ ഒറ്റയ്ക്കിരിക്കുന്ന ആൾ. സോ ഇതാണ് സബ്ജക്ട്. ഇത് ബേസ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എടുക്കുന്നു. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെങ്കിൽ ലെങ്ത് ഈക്വൽ ടു എന്തായിരിക്കും? അതിന്റെ ഡെറിവേഷൻ എന്തായിരിക്കും? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എല്ലിനെ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആക്കുന്നു. ഇപ്പോൾ എല്ലാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. സോ എല്ലിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കുന്നു. സോ മറ്റൊരു ക്വാണ്ടിറ്റി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ഇക്വേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ റീ അറേഞ്ചിങ് ദ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ 4 ടൈപ്പിലുള്ള റീ അറേഞ്ച്മെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, സിമ്പിൾ ലീനിയർ ഫോർമുലാസിനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം. സെക്കൻഡ് വൺ, സ്ക്വയേഴ്സ് വരുമ്പോൾ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം. തേർഡ് വൺ, സ്ക്വയർ റൂട്ട് വരുമ്പോൾ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് എടുക്കുക, ഒരു ടേം രണ്ടോ അതിലധികമോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ കോമൺ ആയിട്ട് എടുത്ത് എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം എന്നീ 4 ടോപ്പിക്കുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ടൈപ്പ്, റീ അറേഞ്ച്മെന്റ് ഓഫ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻസ്. ഒരു ലീനിയർ ഇക്വേഷനെ എങ്ങനെ റീ അറേഞ്ച് ചെയ്യാം എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോർഷനിലേക്ക് കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കാണുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സർക്കിളിന്റെ സർക്കംഫറൻസ് കാണുന്ന ഇക്വേഷൻ 2πr. സോ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? സി. ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്നത്. സോ ഇതാണ് സബ്ജക്റ്റ്. ഇവിടെ നമുക്ക് റീ അറേഞ്ച് ചെയ്യണം, ഈ ഇക്വേഷനെ റീ അറേഞ്ച് ചെയ്യണം. എങ്ങനെ റീ അറേഞ്ച് ചെയ്യണം? ആറിനെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് റീ അറേഞ്ച് ചെയ്യണം. ഇവിടെ 6 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഈ 6നെ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ ഇക്വേഷനെ റീ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇക്വേഷന് എന്ത് മാറ്റം വരും? അതാണ് റീ അറേഞ്ച്മെന്റ്. അത്രയേ ഉള്ളൂ. സോ 6നെ നമുക്ക് റീ അറേഞ്ച് ചെയ്യണം. 6നെ റീ അറേഞ്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 6നെ സബ്ജക്റ്റ് ആക്കണം. അതായത് 6നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ഇക്വേഷന് എന്ത് മാറ്റം വരും? അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഒരിക്കൽ കൂടെ എടുത്ത് എഴുതുന്നു. C is equal to 2πr. ഈ 2πr എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? C is equal to 2π into r അല്ലേ? C is equal to 2π into r. ഇനി സിമ്പിൾ ആണ്. സോ R is equal to എന്തെന്ന് വരും? E into 2π. താഴെ വരുമ്പോൾ ഡിവൈഡ് എന്ന് വരും. C by 2π എന്ന് വരും. നിങ്ങൾക്കറിയാം 6 equal to 2 into 3 അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 2 into 3. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 equal to E into 3 താഴെ വരുന്നു, 6 by 3. ആ ഒരു ഫോർമാറ്റിൽ വെച്ചിട്ട് നോക്കി നോക്ക്. C is equal to 2π into r. അങ്ങനെയാണെങ്കിൽ R equal to C
ബൈ 2π. ഈ ഇൻറ്റു 2π താഴെ വരുന്നു, അത്രേ ഉള്ളൂ. സോ നമുക്ക് ആറിനെ സബ്ജക്റ്റ് ആക്കണം. ആറിനെ സബ്ജക്റ്റ് ആക്കി കഴിഞ്ഞു. R ഈക്വൽ ടു C ബൈ 2π. ഇനി മറ്റൊരു സിമ്പിൾ ഇക്വേഷൻ എടുത്താൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ എടുത്തു S is equal to VT അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇതിൽ നമുക്ക് വെലോസിറ്റിനെ സബ്ജക്റ്റ് ആക്കണം, വിനെ സബ്ജക്റ്റ് ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് മാറ്റം വരും? S is equal to VT എന്ന് പറഞ്ഞാൽ V ഇൻറ്റു T. അപ്പോൾ നമുക്ക് വെലോസിറ്റിനെയാണ് വേണ്ടത്. സോ V ഈക്വൽ ടു എന്തെന്ന് വരും? ഈ എസ് ഇവിടെ ഇൻറ്റു ടി ഉണ്ട്, അത് താഴെ വരുമ്പോൾ എസ് ബൈ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത്രയുള്ള സിമ്പിൾ ആണ് എന്ത് റീഅറേഞ്ച് ചെയ്യാൻ, ഒരു ലീനിയർ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാൻ. ഇത്തരത്തിലുള്ള സാധാരണ സിംപ്ലിഫിക്കേഷൻസ് മാത്രം മതിയാകും നമുക്ക് എന്ത് ചെയ്യാൻ, ലീനിയർ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാൻ, റീഅറേഞ്ച് ചെയ്യാൻ. സോ ഇവിടെ ഈ ഒരു എന്താണ് ആ ഒരു ട്രിക്ക് കൂടെ ഓർത്തിരുന്നാൽ 6 ഈക്വൽ ടു 2 ഇൻറ്റു 3, അങ്ങനെയാണെങ്കിൽ 2 ഈക്വൽ ടു 6 ബൈ 3, 3 ഈക്വൽ ടു 6 ബൈ 2. ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ലീനിയർ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ടൈപ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറയാതിരുന്ന ഒരു ടൈപ്പാണ് ഫോർമുലാസ് ഇൻവോൾവിംഗ് ഫ്രാക്ഷൻസ്. ഈ ഒരു ടൈപ്പ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടൈപ്പുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. സോ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, D ഈക്വൽ ടു V പ്ലസ് U ഇൻറ്റു T ബൈ 2. ഒരു ഇക്വേഷൻ ആണ്, അത്രേ ഉള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ മേക്ക് യു ആസ് ദ സബ്ജക്ട്. ഇവിടെ സബ്ജക്ട് D ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. സോ D ആണ് ഇവിടെ സബ്ജക്ട്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ, യുവിനെ സബ്ജക്റ്റ് ആക്കി മാറ്റുക. ഈ ഇരിക്കുന്ന യു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ആദ്യമായിട്ട് ഈ ബൈ 2 അങ്ങ് ഒഴിവാക്കുക. ഓക്കെ, ബൈ 2 അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതാം, ഈ ഡിനെ നമുക്ക് D ബൈ 1 എന്ന് എഴുതാം, ശരിയല്ലേ? ഡിനെ D ബൈ 1 എന്ന് എഴുതാം. സോ D ബൈ 1 ഈക്വൽ ടു V പ്ലസ് U ഇൻറ്റു T ബൈ 2. വേറെ ഒന്നും ചെയ്തില്ല, ഡിനെ D ബൈ 1 എന്ന് എഴുതാം. സോ ഇത് ഒരു ഫ്രാക്ഷൻ, ഇത് രണ്ടാമത്തെ ഫ്രാക്ഷൻ. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ A ബൈ B എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്, C ബൈ D എന്ന വേറൊരു ഫ്രാക്ഷൻ ഉണ്ട്. നമ്മൾ പണ്ട് പഠിക്കുന്നതാണ്, A ബൈ B എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്, C ബൈ D എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. AD ഈക്വൽ ടു എന്തായിരിക്കും, BC ആയിരിക്കും. അപ്പോൾ അത് വെച്ച് ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് അല്ലേ, ഇവർ രണ്ടുപേരും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. സോ ഇവരുടെ ക്രോസ് പ്രോഡക്റ്റ് 2 ഇൻറ്റു D ഈക്വൽ ടു 2D ഈക്വൽ ടു ഇവ V പ്ലസ് U ഇൻറ്റു T. ഓക്കെ, അപ്പോൾ 2D ഈക്വൽ ടു V പ്ലസ് U ഇൻറ്റു T അല്ലെ, V പ്ലസ് U ഇൻറ്റു T. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തിൻ്റെയാണ് സബ്ജക്റ്റ് ആക്കേണ്ടത്, യുവിനെ സബ്ജക്റ്റ് ആക്കണം. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഇൻറ്റു ടീനെ താഴെ എടുക്കുക, ഇൻറ്റു ടീനെ താഴെ എടുക്കുക. സോ 2D ബൈ T, ഈ ഇൻറ്റു T താഴോട്ട് വരുമ്പോൾ ബൈ T ഈക്വൽ ടു V പ്ലസ് U. ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 ആണെങ്കിൽ 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 6 ബൈ 2. 2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, 6 ബൈ 3. അത് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തത്. 2D ഈക്വൽ ടു V പ്ലസ് U ഇൻറ്റു T. അങ്ങനെയാണെങ്കിൽ V പ്ലസ് U കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഈ ഇതിനെ താഴോട്ട് എടുക്കുക, 2D ബൈ T ഈക്വൽ ടു V പ്ലസ് U. അപ്പോൾ നമുക്ക് V പ്ലസ് യുവിനാണ് സബ്ജക്റ്റ് ആയിട്ട് കിട്ടിയത്, V പ്ലസ് യുവിനാണ് സബ്ജക്റ്റ് ആയിട്ട് കിട്ടിയത്. നമുക്ക് V പ്ലസ് U അല്ല സബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്, യുവിനാണ് സബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്. സോ ഇതിനെ ഞാൻ തിരിച്ചെഴുതുന്നു, V പ്ലസ് U ഈക്വൽ ടു 2D ബൈ T. ഒരു പ്രശ്നവും A ഈക്വൽ ടു B ആണെങ്കിൽ B ഈക്വൽ ടു A ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. സോ V പ്ലസ് E ഈക്വൽ ടു 2D ബൈ T. അപ്പൊ U ഈക്വൽ ടു എന്ത് വരും, 2D ബൈ T. ഇത് പ്ലസ് B, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് B. ഓക്കെ, U ഈക്വൽ ടു 2D ബൈ T മൈനസ് B. ഇനി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, ഇവിടെ വെച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. U ഈക്വൽ ടു 2D ബൈ T മൈനസ് B ബൈ 1. വിനെ എങ്ങനെ എഴുതാം, B ബൈ 1. ഇനി രണ്ട് ഫ്രാക്ഷൻസ് എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. നമുക്കറിയാം ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു 2D ഇൻറ്റു 1 2D, നടുക്ക് മൈനസ്, അതുപോലെ T ഇൻറ്റു V VT ബൈ താഴെയുള്ള പ്രോഡക്റ്റ് T. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ കാണാം. ഫ്രാക്ഷൻസിന്റെ ബേസിക് ഓപ്പറേഷൻ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയുള്ള ഇക്വേഷൻ 2D മൈനസ് VT ബൈ T, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ മനസ്സിലാക്കിയിരുന്ന എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമുക്ക് യുവിനെ സബ്ജക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ താഴെ ഫ്രാക്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. ഫ്രാക്ഷൻ വന്നാൽ ഫ്രാക്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ. ഓക്കെ, അത് മനസ്സിലുണ്ടായിരിക്കുക. ഫ്രാക്ഷൻ വന്നാൽ ഫ്രാക്ഷൻ എലിമിനേറ്റ് ചെയ്യുക. സോ 2 എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്, സോ 2D ഈക്വൽ ടു V പ്ലസ് U ഇൻറ്റു T.
അടുത്ത് എന്ത് ചെയ്തു, ഈ ടിനെ താഴോട്ട് ഡിവൈഡ് ചെയ്തു. 2d/t ഈക്വൽ ടു b പ്ലസ്. അടുത്ത് എന്ത് ചെയ്തു, അതിനെ തിരിച്ചെഴുതി, അതിന്റെ ആവശ്യമില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയാണ്. നിങ്ങൾ അങ്ങനെ എഴുതിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോ b പ്ലസ് ഈക്വൽ ടു 2d/t. അപ്പൊ u ഈക്വൽ ടു 2d/t പ്ലസ് v അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് v. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇതിന്റെ ആവശ്യം ഉണ്ടെന്നില്ല, ഇവിടെ എഴുതിയാലും മാർക്ക് കിട്ടും. സോ ഇത്രയുള്ള ഫ്രാക്ഷൻസിന്റെ സിമ്പിൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് ടൈപ്പ്, ഫോർമുലാസ് ഇൻവോൾവിംഗ് സ്ക്വയേഴ്സ്. അതായത് ഒരു ഇക്വേഷനിൽ സ്ക്വയർ ടേംസ് വരുന്നു. അതായത് എന്താണ്, ആർ സ്ക്വയർ, 2 സ്ക്വയർ, ദെൻ ടി സ്ക്വയർ, ഇങ്ങനത്തെ സ്ക്വയർ ടേംസ് ഇൻവോൾവ് ചെയ്താൽ അവിടെ എങ്ങനെ നമ്മൾ റീഅറേഞ്ച്മെന്റ് നടത്തും എന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെട്ടിട്ടുള്ള ഹൈസ്കൂൾ ക്ലാസ് മുതലേ നമ്മൾ കാണുന്ന ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏരിയ ഓഫ് എ സർക്കിൾ എ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, പൈ ആർ സ്ക്വയർ. നമ്മൾ ധാരാളം സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇവിടെ ക്വസ്റ്റ്യൻ ആറിനെ സബ്ജക്റ്റ് ആക്കുക. ഇവിടെ സബ്ജക്റ്റ് ആരാണ്, എ ആണ് സബ്ജക്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആറിനെ സബ്ജക്റ്റ് ആക്കുക. എന്താണ് വഴി, നമുക്ക് എഴുതാം. എ ഈക്വൽ ടു പൈ ആർ സ്ക്വയറിനെ എങ്ങനെ എഴുതാം, പൈ ഇൻറ്റു ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ പറഞ്ഞാൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ. നമുക്ക് ആരാണ് സബ്ജക്റ്റ് ആക്കേണ്ടത്, ആറിനെയാണ് സബ്ജക്റ്റ് ആക്കേണ്ടത്. സോ എന്താണ് പ്രൊസീജിയർ, ആറിനെ ഒരിടത്ത് ഇട്ടിട്ട് ബാക്കി എല്ലാവരെയും അങ്ങോട്ട് മാറ്റുക. സോ ഇത് പൈ ആർ സ്ക്വയർ, ഇത് ഇൻറ്റു പൈ ആണ്. പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സ്ക്വയർ ഇൻറ്റു പൈ ആണ്. സോ ഇൻറ്റു പൈ താഴെ വരുമ്പം എ ബൈ പൈ എന്നാണ്, ഈക്വൽ ടു ആർ സ്ക്വയർ. എന്താണ് നമ്മുടെ നേരത്തെ സെയിം ഇത്. 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 6/2 ആയിരിക്കും. 2 എന്ന് പറഞ്ഞാൽ 6/3 ആയിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 6 ഈക്വൽ ടു 2 ഇൻറ്റു 3 ആണെങ്കിൽ 3 എന്തായിരിക്കും, 6/2. അതാണ് ഇവിടെ എഴുതിയത്. ആർ സ്ക്വയർ ഈക്വൽ ടു ഈ താഴെ ഇങ്ങോട്ട് വരിക എ ബൈ പൈ. എ ബൈ പൈ ഈക്വൽ ടു ആർ സ്ക്വയർ. തിരിച്ചെഴുതാം, ആർ സ്ക്വയർ ഈക്വൽ ടു എ ബൈ പൈ. നിർബന്ധമില്ല, എന്തായാലും മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രം. ആർ സ്ക്വയർ ഈക്വൽ ടു എ ബൈ പൈ. ആർ സ്ക്വയറിന്റെ വാല്യൂ കിട്ടി. എന്താണ്, എ ബൈ പൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ വാല്യൂ ആണ്, ആർ സ്ക്വയറിന്റെ അല്ല, ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. സ്ക്വയർ വന്നിരുന്നാൽ ആ സ്ക്വയറിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ എന്ത് ചെയ്യും, ടേക്കിംഗ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. ടേക്കിംഗ് റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ്. സ്ക്വയർ വന്നാൽ റൂട്ട് എടുക്കുക, സ്ക്വയറിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ റൂട്ട് എടുക്കുക. സോ ആർ സ്ക്വയറിന്റെ റൂട്ട്, ആർ സ്ക്വയറിന്റെ റൂട്ട് ആർ. ഇവിടെ എ ബൈ പൈയുടെ റൂട്ട്, റൂട്ട് ഓഫ് എ ബൈ പൈ. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പുതുതായിട്ട് പഠിച്ച ഒരു തിയറി എന്താണ്, സ്ക്വയർ വന്നാൽ സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ അവിടെ മാത്രം എടുത്താൽ പോരാ, LHSലും എടുക്കണം, RHSലും എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എടുക്കണം, RHSലും എടുക്കണം. സോ ഇവിടെ റൂട്ട് എടുത്തപ്പം വെറും ആർ. ഇവിടെ റൂട്ട് എടുത്താൽ പിന്നെ അവിടെ ആ ടേം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അവിടെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ ആർ സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ പിന്നെ റൂട്ട് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ 6 ആക്കാനാണല്ലോ റൂട്ട് എടുത്തത്. സോ അതുകൊണ്ട് ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ അടുത്ത് ഇപ്പുറത്ത് റൂട്ട് എടുക്കണം, മറന്നു പോകരുത്, ഇപ്പുറത്ത് റൂട്ട് എടുക്കണം. സോ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് എ ബൈ പൈ എന്ന് വരും. സോ ഇതാണ് ഇക്വേഷൻ. വേറെ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർ. അതാണ് ഇവിടെ എടുത്തത്. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 സ്ക്വയറിന്റെ വാല്യൂ. 3 സ്ക്വയറിന്റെ വാല്യൂ റൂട്ടിനാണ് എന്താണ് 3 തന്നെയാണ്. അത് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നാൽ മതി. സോ ഇവിടെ ആർ സ്ക്വയറിന്റെ റൂട്ട് എടുത്തപ്പോൾ 6 വന്നു. ദെൻ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് എ ബൈ പൈ. സിമ്പിൾ ആണ് ആശയം. സ്ക്വയർ വരുന്നെങ്കിൽ സ്ക്വയറിനെ എലിമിനേറ്റ് ചെയ്ത് സാധാരണ ടേം ആക്കാൻ വേണ്ടിയിട്ട് പവർ 1 ആയിട്ടുള്ള ടേം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, റൂട്ട് എടുക്കുക. ഇനി നമ്മൾ അടുത്ത ടേമാണ് പരിചയപ്പെടുന്നത്. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ. ഫോർമുലാസ് ഇൻവോൾവിംഗ് ഇവിടെ സ്ക്വയർ ആയിരുന്നു. ഇനി അടുത്ത് വരുന്നത് സ്ക്വയർ റൂട്ടാണ്. രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. അടുത്ത് വരുന്നത് സ്ക്വയർ റൂട്ടാണ്. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് റൂട്ട് എടുത്തു. ഇനി അവിടെ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ എടുത്തു. അത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈമിലേക്ക് കടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫോർമുലാസ് ഇൻവോൾവിംഗ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടുകൾ വന്നാൽ എങ്ങനെ നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യും. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, റൂട്ട് 2, റൂട്ട് 3, അതേപോലെ തന്നെ റൂട്ട് 16, റൂട്ട് എ, റൂട്ട് ടി, റൂട്ട് സി, ഇങ്ങനെ റൂട്ട് വരണ ടേംസ് വന്നാൽ എങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും, എങ്ങനെ റീഅറേഞ്ച് ചെയ്യും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ഇക്വേഷൻ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയം കാണണമെന്നില്ല, എന്നാലും നോക്കുക. D is equal to root of 3h/2 ഒരു ഇക്വേഷൻ എന്ന് വിചാരിക്കും. സോ D is equal to root of 3h/2. ഇവിടെ സബ്ജക്റ്റ് D ആണ്. നമുക്ക് Hനെ സബ്ജക്റ്റ് ആക്കണം. ഇവിടെ ഇരിക്കുന്ന H റൈറ്റ് ഹാൻഡ് LHSന് ഒറ്റയ്ക്ക് വന്നാൽ ആ ഇക്വേഷന് എന്ത് മാറ്റം വരുമെന്ന് കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ.
സോ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3h/2. എപ്പോഴും ശ്രദ്ധിക്കുക, റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ട് കളയുക. ഒരു ഇക്വേഷനകത്ത് റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ട് കളയുക. എങ്ങനെ റൂട്ട് കളയും? സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. നേരത്തെ ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ എന്തായിരുന്നു? സ്ക്വയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ റൂട്ട് എടുത്തു, ഇവിടെ റൂട്ട് വന്നു, അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ടേം, ഏതെങ്കിലും ഒരു പോർഷൻ കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. ഒരു ടേമിൽ സ്ക്വയർ വരികയാണെങ്കിൽ, ഒരു ഇക്വേഷനിൽ സ്ക്വയർ വരികയാണെങ്കിൽ നമ്മൾ അവിടെ റൂട്ട് എടുക്കണം. LHSലും റൂട്ട് എടുക്കണം, RHSലും റൂട്ട് എടുക്കണം. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ എടുക്കുക. സോ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ റൂട്ട് വന്നാൽ റൂട്ട് കളയാൻ വേണ്ടിയിട്ട് LHSലും RHSലും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സോ ഇവിടെ സ്ക്വയർ ചെയ്യുക, ഇവിടെ സ്ക്വയർ ചെയ്യുക. ഇവിടെ LHS D ആണ്, RHS റൂട്ട് 3h/2 ആണ്. രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. സോ ഡിനെ സ്ക്വയർ ചെയ്യുക. ഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ, 2ന്റെ സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ. അതേപോലെ ഡിയുടെ സ്ക്വയർ ഡി സ്ക്വയർ. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തും ഈ റൂട്ട് അങ്ങ് പോകും, വേറെ ഒരു മാറ്റം വരില്ല. ഈ റൂട്ട് അങ്ങ് പോകും. ആ ടേം അതേപോലെ എഴുതുക. മനസ്സിലായോ? ഇപ്പുറത്ത് ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകും. റൂട്ട് പോകുമ്പം പിന്നെ എന്ത് വരും? 3h/2. സ്ക്വയർ വരുമ്പോൾ എന്ത് ചെയ്യുക? റൂട്ട് എടുക്കുക. റൂട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. ഓക്കെ, സോ ഡി സ്ക്വയർ ഈക്വൽ 3h/2. നമുക്ക് എന്തിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്? ഹെച്ചിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ ഇവിടെ എന്ത് വരും? ഇവിടെ ഡി സ്ക്വയർ ഈക്വൽ ടു 3h/2. സോ ഡി സ്ക്വയറിന് എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ബൈ 1 ഈക്വൽ ടു 3h/2. ഡി സ്ക്വയറിന് ഡി സ്ക്വയർ ബൈ 1 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ പണ്ടത്തെ ആദ്യത്തെ നമ്മൾ ചെയ്തത്, രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ, ഈ ഫ്രാക്ഷൻ ഈക്വൽ, ഈ ഫ്രാക്ഷൻ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. സോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ 2 into d square, that is 2d square equal to 1 into 3h, that is 3h. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആവുന്നുള്ള ഒരു കണ്ടീഷനാണ് അപ്ലൈ ചെയ്തത്. ഇനി വരും സിമ്പിൾ. 2d square equal to 3h എങ്ങനെ എഴുതാം? 3 into h എന്ന് എഴുതാം. 3 into h ആണ് 3h. ഇനി വീണ്ടും 6 equal to 2 into 3. 6 equal to 2 into 3. 3 കിട്ടാൻ എന്ത് ചെയ്യും? ഈ രണ്ടിനെ താഴെ ഇറക്കും. 6/2. 6/2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2d square equal to 3 into h. h കിട്ടാൻ എന്ത് ചെയ്യും? ഈ 3നെ താഴെ ഇറക്കും. സോ 2d square equal to 2d square, ഈ താഴെ വരുമ്പോൾ 2d square by 3 equal to h. ഇനി തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരും. h is equal to 2d square by 3. ഇതാണ് hന്റെ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. എന്താണ് സിംപ്ലിഫിക്കേഷൻ? ഇവിടെ റൂട്ട് വന്നു, റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ വന്നാൽ സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. സോ റൂട്ട് വന്നു, റൂട്ട് കളയാൻ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തപ്പോൾ ഇവിടെ ഡി സ്ക്വയർ വന്നു, ഇവിടെ സ്ക്വയർ ചെയ്തപ്പോൾ ആ റൂട്ട് പോയി 3h/2. പിന്നെ നമ്മുടെ സാധാരണ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വന്നപ്പോൾ 2d square equal to 3h എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ഓർത്തു. ഈ 3നെ താഴെ ഇറക്കി 2d square by 3 equal to h. സിമ്പിൾ ആണ്. ഇനി നമ്മൾ അവസാന ടേമിലേക്ക് കടക്കുകയാണ്. അവസാന പോർഷനിലേക്ക് കടക്കുകയാണ്. അതായത് ഒരു ഇക്വേഷനിൽ ഒരു ടേം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചാൽ എങ്ങനെ റീഅറേഞ്ച് ചെയ്യുമെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സോ ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 5th ടൈം. ഫോർമുലാസ് വെൻ ടേംസ് ആർ റിപ്പീറ്റഡ് ട്വൈസ്. ഒരു ഇക്വേഷനിൽ ഒരു ടേം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക എന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോർഡിൽ ഒരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. h is equal to 2r minus gr. ഇതൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് h ആണ്. നമുക്ക് സബ്ജക്റ്റ് r ആകുമ്പോൾ എന്താണ് ഇക്വേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് കണ്ടുപിടിക്കാം. ഈ r ഇവിടെ വരുമ്പോൾ എന്താണ് ഇക്വേഷൻ എന്ന് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ r ഉണ്ട്, ഇവിടെ r ഉണ്ട്. ഇതൊരു ടേം ആണ്, ഇത് രണ്ടാമത്തെ ടേം ആണ്. രണ്ട് ടേം ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നടുക്ക് മൈനസോ പ്ലസോ കൊണ്ട് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ രണ്ട് ടേം ഉണ്ടെന്ന് മനസ്സിലാക്കാം. a പ്ലസ് ബി. ഇവിടെ ഏതൊക്കെയാണ് ടേം? a then b. a ഒന്നാമത്തെ ടേം, b രണ്ടാമത്തെ ടേം. എ ബി മൈനസ് ബി സി. ഇവിടെ ഒന്നാമത്തെ ടേം എ ബി. അല്ലാതെ എ ഒരു ടേം ബി ഒരു ടേം എന്ന് ചിന്തിച്ച് കളയരുത്. എ ബി എന്ന് പറഞ്ഞാൽ ഒരു ടേം ആണ്. എ ഇൻറ്റു ബി, അത് ഒരു ടേം ആണ്. സോ ഇവിടെ ഇതാണ് ഫസ്റ്റ് ടേം, ഇവിടെ ഇതാണ് സെക്കൻഡ് ടേം. ഓക്കെ, ഈ എ ബി എന്ന് മാത്രമായിട്ട് നമ്മൾ തന്നാൽ അത് രണ്ട് ടേം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ഒറ്റ ടേം ആണ്. എ ബി എന്ന് പറഞ്ഞാൽ ഒരു ടേം ആണ്. പക്ഷെ എ ബൈ ബിയുടെ കേസിൽ എന്താണ്? എ ഒരു ടേം ആണ്, ബി രണ്ടാമത്തെ ടേം. ഓക്കെ, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അറിയാന്നുള്ളത് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ h is equal to 2r minus gr. അപ്പോൾ ഇത് ഒരു ടേം, ഇത് മറ്റൊരു ടേം. കാരണം ഇവിടെ നടുക്ക് മൈനസ് കൊണ്ട് ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, മൈനസ് കൊണ്ട് രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലും ആറുണ്ട്, ഈ ഒന്നാമത്തെ ടേമിലും ആറുണ്ട്, രണ്ടാമത്തെ ടേമിലും ആറുണ്ട്. ഇവിടെ 2r എന്ന് പറയുന്ന ടേമിലും ആറുണ്ട്, gr എന്ന് പറയുന്ന ടേമിലും ആറുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ലെറ്റർ, അതായത് അല്ലെങ്കിൽ ഒരു ടേം ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടേമിനെ കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. എന്താണ് കോമൺ ആയിട്ട് വെളിയിലെടുക്കുക? ഇവിടെ ആറുണ്ട്, ഇവിടെ ആറുണ്ട്, ആ ആറിനെ കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. ഓക്കെ, ആറിനെ കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. അതാണ് ഇവിടുത്തെ പുതിയ ഒരു സ്റ്റെപ്പ്, കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. ഇവിടെ ആറുണ്ട്, അവിടെ ആറുണ്ട്. സോ 6 കോമൺ ആയിട്ട് വെളിയിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ സിംപ്ലിഫിക്കേഷൻ. സോ 6നെ വെളിയിലെടുക്കുക. ഇവിടെ ഈ ഫസ്റ്റ് ടേമിൽ 6 പോയി കഴിഞ്ഞു, 2 into r, അതിൽ നിന്ന് 6 പോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ ആരുണ്ട്? 2 മാത്രമേ ഉള്ളൂ. സോ 2. എന്നിട്ട് നടുക്കുള്ള ചിഹ്നം അതേപോലെ കൊടുക്കുക. ഇവിടെ മൈനസ് ആയിട്ട് മൈനസ് കൊടുത്തു, പ്ലസ് ആണെങ്കിൽ എന്ത് കൊടുക്കുക? പ്ലസ് കൊടുക്കുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നടുക്ക് ഇൻറ്റുവോ ഡിവിഷനോ വന്നെങ്കിൽ ഈ സിംപ്ലിഫിക്കേഷൻ അല്ല ചെയ്യുക. ഇത് പ്ലസോ മൈനസോ വന്നാൽ മാത്രം ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2. ഇപ്പൊ 2 into r ൽ നിന്ന് 6 കോമൺ എടുത്തു. അടുത്ത് gr ൽ നിന്ന് ആ 6നെയും വെളിയിലെടുത്തു. രണ്ടിടത്തും ഉള്ളത് കൊണ്ട് ആ 6നെയും വെളിയിലെടുത്തു. സോ അവിടെ പിന്നെ വേറെ ആരുണ്ട്? g. സോ 2 മൈനസ് g. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇവിടെ ആറുണ്ട്, ഇവിടെ ആറുണ്ട്, ആ 6നെ കോമൺ ആയിട്ട് എടുത്ത് പിന്നെ അകത്താറുണ്ട്? 2 ഉണ്ട്, ഇവിടെ ആരുണ്ട്? g ഉണ്ട്. നടുക്ക് മൈനസ് ആയതുകൊണ്ട് മൈനസ് അതേപോലെ കൊടുത്തു. ഇനി വെറും സിമ്പിൾ. എന്താണ്? 6നെ സബ്ജക്റ്റ് ആക്കുക. നമ്മുടെ ആസ് യൂഷ്വൽ എന്താണ്? 6 ഈക്വൽ ടു 2 into 3. 2 കിട്ടാൻ എന്ത് ചെയ്യും? 6/3. 6 ഈക്വൽ ടു 2 into 3 ആണെങ്കിൽ 2 കിട്ടാൻ 6/3. സോ ഇത് വെച്ച് നോക്കി നോക്ക്, 6 ഈക്വൽ ടു 2 into 3. ഈ 2 കിട്ടാൻ എന്ത് ചെയ്യും? 6/3. സോ 6 കിട്ടാൻ എന്ത് ചെയ്യും? ഇവിടെ ഈ 6 കിട്ടാൻ r ഈക്വൽ ടു h, ഇത് താഴെ വരുമ്പോൾ h/2 മൈനസ് g എന്ന് വരും. ഓക്കെ, ഞാൻ അവിടെ ഒറ്റ സ്റ്റെപ്പ് എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്യാം. സോ r is equal to ഈ ഇൻറ്റു 2 മൈനസ് g, താഴെ വരുമ്പോൾ h/2 മൈനസ് g. ഇതാണ് ആറിന്റെ ഇക്വേഷൻ. സിമ്പിൾ ആണ്. ഇവിടെ എന്ത് ചെയ്തു? ഒരു ടേം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ആ റിപ്പീറ്റ് ചെയ്ത ടേം എന്ത് ചെയ്യുക? അതിൽ നിന്ന് കോമൺ ആയിട്ട് വെളിയിലെടുക്കുക. ആ കോമൺ ആയിട്ട് വെളിയിലെടുത്ത് വരുമ്പോൾ മിച്ചമുള്ളത് ആരാണോ അതിനുശേഷം സിംപ്ലിഫൈ ചെയ്യുക. മിച്ചമുള്ള ബ്രാക്കറ്റ് എടുത്തെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? r into this term, r into this term. So r into this term by equal to h/2 മൈനസ് g. ഇത് സാധാരണ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ ചെയ്യുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഈ കോമൺ ആയിട്ട് എടുത്തത് ശരിയാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യാം? നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എങ്ങനെ വെരിഫൈ ചെയ്ത് നോക്കാം? ഇത് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. r into 2 മൈനസ് g, ഇത് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? a into b plus c ആണെങ്കിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്യണം എങ്ങനെ? ab plus ac, ab plus ac. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം എങ്ങനെ? 2 into r, 2r മൈനസ് r into g, rg. ഇത് തന്നെയാണോ ആദ്യം കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ കോമൺ ആയിട്ട് എടുത്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്താം. പിന്നെ താഴോട്ട് ഇവിടെ ഓർഡിനറി സിംപ്ലിഫിക്കേഷൻസ് ആയിരിക്കും. ഒന്നുകിൽ മിക്കവാറും ഇത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് വരും? 2 ഫ്രാക്ഷൻസ് ഈക്വൽ ആണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ഈക്വൽ എന്നുള്ള കണ്ടീഷനിൽ a/b ഈക്വൽ ടു c/d ആണെങ്കിൽ ad ഈക്വൽ ടു bc എന്ന കണ്ടീഷൻ ആയിരിക്കും വരിക. ഇതിലാരെങ്കിലും ഒക്കെ ആയിരിക്കും വരിക. സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സോ സിമ്പിൾ ആണ് നമ്മുടെ 5th ടേം. ഇനി നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. 5 ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ആ 5 ക്വസ്റ്റ്യനിൽ ഇത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയോ മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെയോ വരും. നമ്മൾ അതെല്ലാം അടുത്ത് ചെയ്യാൻ പോവുകയാണ്. സോ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അത് ചെയ്യണമെങ്കിൽ ഉണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.